കട്ടപ്പനയിലെ ഒരു ഹോട്ടലിൻ്റെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെ 3 പേരെ കാണാതായിരിക്കുന്നു. ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമമാണ്. പക്ഷേ അതിൻ്റെ മാൻഹോളിൻ്റെ വാവട്ടം കുറച്ചുകൂടി വലുതാക്കിയ ശേഷം, കുറച്ചുകൂടി ഓക്സിജൻ കടന്നു പോകത്തക്ക വിധത്തിലാക്കിയ ശേഷം മാത്രമേ ഇറങ്ങാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജെയിൻ കോണിയൊക്കെ ഇറക്കി ഒക്കെ നോക്കിയെന്ന് തോന്നുന്നു അല്ലേ? 2 തവണ എന്തോ മറ്റോ ഇറങ്ങുന്നതായിട്ട് ദൃശ്യങ്ങളിൽ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആ ഭാഗം പൊളിച്ച ശേഷം മാത്രമാണോ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ? എന്താണ് അവസ്ഥ? കട്ടപ്പന പാറക്കടവ് റോഡിൽ ഓക്സിജൻ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫ്രണ്ടിലുള്ള ഒരു കുഴിയാണ്. ആ കുഴിയിലേക്ക് കുഴി വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയതാണ് തൊഴിലാളികൾ. ആ ഓടയും അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിന്റെ മാലിന്യ നിക്ഷേപിക്കുന്ന കുഴിയും ചേർന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർ ഒന്ന് ഇറങ്ങി നോക്കി. പക്ഷേ ഈ തൊഴിലാളികളുടെ സാന്നിധ്യം അത് തിരിച്ചറിയുന്ന രീതിയിലൊരു പ്രതികരണം ആ കുഴിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ അവരുടെ ജീവൻ സംബന്ധിച്ച് കുറച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഴി പൊളിച്ച് അവരെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. കാരണം രക്ഷാപ്രവർത്തകരും കൂടി അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ ആ തരത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഈ ഏണിയൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമോ എന്നൊരു പരിശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് ഫലപ്രദമല്ല എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ അകത്തേക്ക് ഇറങ്ങാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അകത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്നാണ് JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാൻഹോൾ അത് കുറച്ചുകൂടി വലുതാക്കി കൂടുതൽ ഫലപ്രദമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കട്ടപ്പനയിൽ നിന്ന് വരുന്നത്. അവിടെ ഹോട്ടലിൻ്റെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെ 3 പേരെ കാണാതായിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് ജോലിക്കായി ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം 2 പേർ ഇറങ്ങുന്നു, പിന്നെ അവരുടെ അനക്കവും ഒന്നുമില്ലാതെ വന്നതോടുകൂടി 3ാമത്തെ ആൾ കൂടി കുഴിയിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാണ്. ഇപ്പോൾ നിലവിൽ ഒരു അനക്കവും ഒന്നും മറ്റും അറിയുന്നില്ല. ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തി വരികയാണ്. പെട്ടെന്ന് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയുമുണ്ട്. കാരണം ഏറെക്കാലമായി അടഞ്ഞു കിടക്കുന്ന ഒരു ഹോട്ടലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഓക്സിജൻ അളവൊക്കെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കിയ ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് മുകളിലേക്ക് ഇറങ്ങാൻ കഴിയൂ. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നു. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആകുന്നു വേറെ അപകടത്തിൽപ്പെട്ടിട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജെയിൻ, ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ആ ഭാഗം കുറച്ചുകൂടി വലുതാക്കിയ ശേഷം അല്ലേ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കണം. അതിനുള്ള ജോലികളുണ്ടോ, അതോ ഇപ്പോൾ നിലവിൽ കാണുന്നത് പോലെ കയറക്കിട്ടും ഒക്കെ ഉള്ള തിരച്ചിലാണോ നടക്കുന്നത്? ദിബീഷ്, അവിടെ JCB എത്തിച്ചിട്ടുണ്ട്. ആ JCB ഉപയോഗിച്ചുകൊണ്ട് കുഴിയുടെ മാൻഹോൾ അത് വലുതാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം എത്രത്തോളം ആഴമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം മാലിന്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. കാരണം കുറെ നാളായി അടഞ്ഞു കിടക്കുന്ന ഒരു ഹോട്ടലാണ്. ആ ഹോട്ടൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മാലിന്യ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. വൈകിട്ടാണ് ഇതിന്റെ ജോലികൾ നടത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്നാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. തൊഴിലാളികളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമല്ല. എന്തായാലും ആ കുഴിയുടെ എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്കൊരു വ്യക്തതയില്ല. ആദ്യ ഒരു പരിഗണന എന്ന് പറയുന്നത് ഈ തൊഴിലാളികളെ ജീവനോടെ പരമാവധി വേഗത്തിൽ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഈ തൊഴിലാളികൾ 3 പേര് അതിന്റെ അകത്ത് അകപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു പ്രതികരണം ആ കുഴിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടില്ല. അതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മാലിന്യത്തിന്റെ എത്രത്തോളം മാലിന്യത്തിന്റെ അളവുണ്ട്. ഈ മാലിന്യം സ്വാഭാവികമായിട്ടും രൂപപ്പെട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഈ വിഷവാതകം അടക്കം രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഓക്സിജൻ ലെവലിന്റെ അളവും കുറവായിരിക്കും. അപ്പം രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വിഷവാതകം ഉണ്ടാകാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ ഓക്സിജൻ ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഈ 2 കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മാൻഹോൾ പൊളിച്ച് ഈ തൊഴിലാളികളെ പുറത്തെടുക്കാൻ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 സാധ്യതകളാണ്. ഒന്ന്, ഏതെങ്കിലും രീതിയിൽ വിഷബാധകം രൂപപ്പെടാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ ഓക്സിജൻ ലെവലിന്റെ അളവ് കുറവ്, അതല്ലെങ്കിൽ ഈ തൊഴിലാളികൾ ഈ മാലിന്യത്തിൽ പൂണ്ടുപോകാനുള്ള സാധ്യത. ഇങ്ങനെയുള്ള 3 സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം പരമാവധി വേഗത്തിൽ ഇവർ ജീവനോടെ തന്നെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, കട്ടപ്പനയിലെ ഹോട്ടലിൽ ആണ് ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഹോട്ടലിലെ മാലിന്യക്കുഴി വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 തൊഴിലാളികളെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല. ഏകദേശം 1 മണിക്കൂർ പിന്നിടുകയാണ് ഇവർ അപകടത്തിൽപ്പെട്ടിട്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് ജോലിക്കായി അവിടെ എത്തിയത്. ആദ്യം 2 പേർ ഇറങ്ങി. അവരെക്കുറിച്ച് അവരുടെ അനക്കമില്ലാതെ വന്നതോടുകൂടി 3-ാമത്തെ ആൾ കൂടി ഈ മാലിന്യക്കുഴിയിലേക്ക് ഇറങ്ങിയായിരുന്നു. പിന്നീട് അയാളെക്കുറിച്ചും വിവരങ്ങളില്ല.